കൊളകപ്പാറ ചൂരിമലയിൽ വീണ്ടും കടുവ ആക്രമണം. താണാട്ടുകുടിയിൽ രാജന്റെ പശുവിനെ കൊന്നു തിന്നു. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു ആക്രമണം. വീടിനോട് ചേർന്ന തൊഴുത്തിൽ നിന്ന് ബീനാച്ചി എസ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയാണ് കൊന്നു തിന്നത്. രണ്ടാഴ്ചക്കിടെ രണ്ടാമത്തെ വളർത്തുമൃഗത്തെയാണ് കടുവ കൊല്ലുന്നത്. പ്രദേശത്ത് ഇന്ന് രണ്ടാമത്തെ കൂടും സ്ഥാപിക്കും. ചൂരിമലയിൽ താണാട്ടുകുടി രാജന്റെ വീടിനോട് ചേർന്നുള്ള തൊഴുത്തിൽ നിന്നാണ് കടുവ പശുവിനെ ആക്രമിച്ചത്. പുലർച്ചെ 3 മണിയോടെ പട്ടി കുരയ്ക്കുന്ന വലിയ ശബ്ദം കേട്ടിരുന്നു. തൊഴുത്തിൽ നിന്ന് ബീനാച്ചി എസ്റ്റേറ്റിലേക്ക് വലിച്ചു കൊണ്ടുപോയി പശുവിന്റെ 3/4 ഭാഗത്തോളം കടുവ ഭക്ഷിച്ചു. രാവിലെ പ്രദേശവാസികൾ നടത്തിയ തിരച്ചിലിലാണ് രാജന്റെ വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്ററോളം അപ്പുറത്ത് പശുവിന്റെ ജഡാവശിഷ്ടം കണ്ടെത്തിയത്. ചൂരിമലയിൽ 1 മാസത്തിനിടെ 4ാമത്തെ വളർത്തുമൃഗത്തെയാണ് കടുവ കൊലപ്പെടുത്തുന്നത്. ഇപ്പൊ അടുത്ത ആക്രമണം ഇപ്പൊ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 5 ദിവസമായിട്ടുള്ളൂ. ഒന്ന് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോൾ എന്റെ വീടിന്റെ മുറ്റത്ത് നിന്ന് എന്റെ തൊഴുത്തു നിന്നാണ് രാവിലെ പുലർച്ചെ 3 മണിക്കാണ് ഈ സാധനം പിടിച്ചോണ്ട് വന്നത്. കൂട് വെച്ചിട്ട് യാതൊരു കാര്യമില്ല. കൂടിൽ അവിടെ ഒരു ക്രാവിന് വെച്ച് കെട്ടിയിട്ടുണ്ട്, അതിനകത്ത് കയറുന്നില്ല. ഇപ്പൊ പുറച്ചേരി വന്നിട്ട് പറയുന്നത് വെച്ചാൽ ഞങ്ങള് ഒരു കൂട് കൊണ്ട് വരുന്നുണ്ട്, ആ കൂട് ഞങ്ങൾ ഇവിടെ കയറ്റി വെക്കാന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് കാര്യമില്ല. അതിന്റെ നഷ്ടപരിഹാരത്തിൽ നിന്ന് തീരുമാനമാക്കിയിട്ടേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. ഇതുമായിട്ട് ഇതിന്റെ നഷ്ടപരിഹാരവും ഇപ്പൊ കഴിഞ്ഞതിന്റെ 3 മാസം മുമ്പ് പിടിച്ച കറവപ്പശുവിന്റെ തീരുമാനം പോലും വന്നില്ല. അതിന്റെ തീരുമാനമായിട്ടേ പുറച്ചേരി ഞങ്ങൾ കൊണ്ട് വരുന്നുള്ളൂ. 10 ദിവസത്തിനിടെ വീണ്ടും വളർത്തുമൃഗത്തെ കടുവ കൊന്നതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതേ തുടർന്ന് വനംവകുപ്പ് രണ്ടാമതൊരു കൂടുകൂടി സ്ഥാപിച്ചു. ബീനാച്ചി എസ്റ്റേറ്റിൽ കടുവ പശുവിനെ ഭക്ഷിച്ചതിന്റെ സമീപത്താണ് രണ്ടാമത്തെ കൂടും സ്ഥാപിച്ചത്. ഫോറസ്റ്റ് റേഞ്ചറുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘവും പോലീസും സ്ഥലത്തെത്തി. മുൻപ് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഒരു തവണ കയറിയ കടുവയാകാം ഇതെന്നും അതിനാൽ തന്നെയാവാം കടുവ കൂട്ടിൽ കയറാതിരുന്നത് എന്നുമാണ് പ്രദേശവാസികൾ സംശയം പങ്കുവെക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ബത്തേരി.